അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല സ്വീകരിക്കുമ്പോൾ, അല്ലാഹു ഖബൂൽ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് വലിയ സ്വീകാര്യത കൊടുക്കുന്നു. അതാണ് കുന്തു സമഉല്ലദീ യസ്മഉ ബിഹി. ഇതിനെ സംബന്ധിച്ച് മഹാന്മാര് പറഞ്ഞത് യസ്മഉൽ ബഈദ വൽ ഖരീബ്, അടുത്തുള്ളതും ദൂരത്തുള്ളതും ഒരുപോലെ കേൾക്കാനും കാണാനുമുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാന്മാർക്ക് നൽകുന്നു. അവർ കേൾക്കുന്ന കേൾവി ഞാനാകുമെന്ന് പറഞ്ഞാൽ, ആ എൻ്റെ അടിമകൾ, ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക്, സാധാരണ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ളത് കേൾക്കാൻ സാധിക്കുന്നു. വബസറഹുല്ലദീ യബ്സുറു ബിഹി, സാധാരണ മനുഷ്യന്റെ കണ്ണിന് കാഴ്ചയിലപ്പുറം അവർക്ക് കാണാനും അതുകൊണ്ട് സാധിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച്, ആ മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട അതാ സാരിയ റളിയല്ലാഹു അൻഹു ഇറാനിലെ നഹാവന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പർവ്വതത്തിന്റെ മറുഭാഗത്തിലൂടെ, സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ പിൻഭാഗത്തിലൂടെ ശത്രുക്കൾ ഒളിച്ചു വന്നു. സാരിയ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വേണ്ടിയാണ്. ഈ രംഗം, ഈ കാഴ്ച ലൈവായി ഇന്നത്തെ നമ്മുടെ മുന്നിലുള്ള ക്യാമറകളോ യൂട്യൂബ് സംവിധാനങ്ങളോ ഒരു സോഷ്യൽ മീഡിയയും വളരാത്ത, ഇല്ലാത്ത ഒരു കാലഘട്ടത്ത് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള ആ യുദ്ധരംഗം കണ്ണുകൊണ്ട് കാണുന്നു. ആ കാഴ്ച നേരിട്ട് കാണുകയാണ്. വബസറഹുല്ലദീ യബ്സുറു ബിഹാ യബ്സുറു ബിഹി, അതെ, അവരുടെ കാഴ്ച ഞാനാകുമെന്ന് പറഞ്ഞത് ഒരു തടസ്സവുമില്ലാതെ ആ രംഗം കാണാൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കുന്നു. ഒരു മറയുമില്ല. അതുപോലെ തന്നെ ഉടനെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ പർവ്വതത്തിലേക്ക് ശ്രദ്ധിച്ചോ, പിൻഭാഗമൊന്ന് ശ്രദ്ധിച്ചോന്ന് ആ മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു. ആ വിളിച്ചു പറഞ്ഞത് ഒരു ഫോണിന്റെ അതാ ഉപകാരമില്ലാതെ, അതിൻ്റെ ആവശ്യമില്ലാതെ, മൊബൈലോ വാട്സപ്പോ ഫേസ്ബുക്കോ ടെലിഗ്രാമോ ഒരു സംവിധാനങ്ങളുമില്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹു ആ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേൾക്കുന്നു. ഉടനെ തിരിഞ്ഞു നോക്കുന്നു, ശത്രുക്കളെ നേരിടുന്നു. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിലേക്ക് അവന്റെ അടിമ അടുക്കുമ്പോൾ ഇബാദത്തുകൾ ചെയ്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അവന്റെ അടിമ അടുക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവൻ കാണുന്ന കാഴ്ച ഞാനാകുന്നതാണ്.
ദൂരത്തുള്ളതും അടുത്തുള്ളതും ഒരുപോലെ കാണാനുള്ള കഴിവ് അല്ലാഹു മഹാന്മാർക്ക് നൽകുന്നു. പിന്നെ അവരുടെ കൈ ഞാനാകുമെന്ന് പറഞ്ഞത്, ആ കൈ കൊണ്ട് ഒന്നിങ്ങനെ തടവിയാൽ രോഗം മാറുന്നു. ആ കൈ കൊണ്ട് രോഗമുള്ള സ്ഥലത്ത് തടവിയാൽ രോഗം മാറിപ്പോകുന്നു. അതുപോലെ തന്നെ കാല് ഞാനാകുമെന്ന് പറഞ്ഞത്, അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് വേണ്ടതുപോലെ എത്താൻ അവർക്ക് സാധിക്കുന്നു. അതിനുള്ള കഴിവ് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകളായ മഹാന്മാരായ ഔലിയാക്കൾക്ക് വലിയ സ്ഥാനവും വലിയ പദവിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ മസാറുകളിലും അതാ അവിടെ കിടക്കുന്ന മഹത്തുക്കളെ സമീപിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ ഫലങ്ങൾ ലഭിക്കുന്നത്, വലിയ ഉപകാരങ്ങൾ ലഭിക്കുന്നത്. അല്ലാഹു പറയുന്നു, എന്നോടവർ വല്ല കാര്യവും ചോദിച്ചാൽ ഞാൻ അവർക്ക് നൽകുക തന്നെ ചെയ്യും കേട്ടോ. വല്ല കാര്യവും എന്നോട് കാവല് ചോദിച്ചാൽ ഞാൻ അവർക്ക് കാവല് കൊടുക്കുക തന്നെ ചെയ്യും കേട്ടോ. സഹോദരന്മാരെ, അവരുടെ ജീവിതം അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നേടിയെടുത്തതാണത്. അതുകൊണ്ട് മഹാന്മാരെ ഉറൂസ് കഴിക്കുമ്പോൾ, ആ ഉറൂസിന് വരുമ്പോൾ, അവരെ അനുസ്മരിക്കുമ്പോൾ, നേരത്തെ മിസ്ബാഹി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, അചഞ്ചലമായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ ഒരു ആടലും ഒരു ഉലയലും നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു ഭയവും നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു പ്രയാസവും നമുക്കുണ്ടാകാൻ പാടില്ല. ഒന്നാമത് വേണ്ടത് അചഞ്ചലമായ വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ഇന്ന് പുതിയ പുതിയ ആളുകൾ കടന്നു വരുന്ന കാലമാണ്. അല്ലാഹു ഉണ്ടോ എന്ന് പലരും സംശയിച്ചു പോകുന്ന കാലമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഈ നിലക്ക് വന്ന ജീവിതത്തെക്കുറിച്ച് പോലും ബോധമില്ലാതെ അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ജനങ്ങളുള്ള കാലമാണ്. ഓരോ കാലത്തും ഇങ്ങനെ ഫിത്നകൾ അധികരിക്കുമ്പോ നമ്മൾ നന്നായി മനസ്സിലാക്കണം, ഈ ആകാശവും ഭൂമിയും അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും സർവസൃഷ്ടികളെയും പടച്ച സൃഷ്ടാവായ അല്ലാഹ്, അവനല്ലേ സർവ്വതും ഇവിടെ നൽകുന്നത്. ഓരോ നിമിഷങ്ങളിലും നമുക്ക് സർവ്വ കഴിവും തരുന്നത് അല്ലാഹുവല്ലേ. ആ റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമല്ല, ആ വിശ്വാസത്തിൽ അടിസ്ഥിതമായ ജീവിതമാണ് നമുക്ക് വേണ്ടത്. അതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അഹങ്കാരത്തിൻ്റെ ജീവിതമല്ല, ധിക്കാരത്തിൻ്റെ ജീവിതമല്ല. ഒരൽപ്പം ഇവിടെ പണം കിട്ടുമ്പോൾ, ഇവിടെ സുഖം കിട്ടുമ്പോൾ, ഇവിടെ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ പിന്നെ അല്ലാഹുവിനെ മറന്നു, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറന്നു, അവൻ്റെ ദീനിനെ മറന്നു. ഒരു ചിന്തയുമില്ലാതെ ഒരു ബോധവുമില്ലാതെ നടക്കുന്ന പലരുമില്ലേ. 1-2 ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിലൂടെ ഒരു വീഡിയോ കാണാനിടയായി. 3-4 പെൺകുട്ടികളുടെ സംസാരമാണതിൽ കേൾക്കുന്നത്. ഏതോ ഒരു പത്രമാധ്യമക്കാരൻ ഒരു മൈക്ക് പിടിച്ച് ആ പെൺകുട്ടികളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് സുബ്ഹാനല്ലാഹ്, ഒരു ഹിജാബുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലാഹുവിൻ്റെ ദീനിനെതിരായ ചില പ്രസ്താവനകൾ
അള്ളാഹുവിൻ്റെ ദീനിനെതിരായ ചില പ്രസ്താവനകൾ നൽകുന്ന സഹോദരിമാരാണ്. അള്ളാഹു ആ സഹോദരിമാർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരെ രക്ഷിതാക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. വേദനിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെയായി പോകുന്നത്? എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ ഇത് ചിന്തിക്കാത്തത്? ഓ സഹോദരിമാരെ, ഓ രക്ഷിതാക്കളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി. ഒരാൾ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതവൻ്റെ ശരീരത്തിനുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം അവനിക്കാണ്. അവൻ നല്ലത് ചെയ്താൽ അതിൻ്റെ ഗുണം അവനിക്ക് കിട്ടും. വമൻ അസാഅ ഫഅലൈഹാ. ഒരാൾ തെറ്റ് ചെയ്താൽ, ഒരാൾ വേണ്ടാത്തരം ചെയ്താൽ, ഒരാൾ കുറ്റം ചെയ്താൽ അതിൻ്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ثم إلى ربكم ترجعون. ഏത് മനുഷ്യനാണെങ്കിലും ഇവിടെ ബാക്കിയാകുന്ന ഒരു മനുഷ്യനുമില്ല, ഒരാണുമില്ല, ഒരു പെണ്ണുമില്ല, ഒരു പണക്കാരനുമില്ല, ഒരു പാവപ്പെട്ടവനുമില്ല, ഒരു രാജാവില്ല, ഒരു പ്രജയില്ല, ഒരു മുതലാളിയില്ല, ഒരു തൊഴിലാളിയില്ല, ഒരു പണ്ഡിതനില്ല, ഒരു ഇൽമില്ലാത്തവനില്ല. എല്ലാവരും അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരെയും ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതേ, സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നല്ലത് ചെയ്തവനെയും തെറ്റ് ചെയ്തവനെയും എല്ലാവരെയും ഹാജരാക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ, ഒരു കോടതിയുണ്ട് കേട്ടോ. അത് മറന്നുകൊണ്ട് ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കേണ്ടതില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വലഖദ് ആതൈനാ ബനീ ഇസ്രായീലൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. ബനൂ ഇസ്രായീലുകാർക്ക്, ഇസ്രായേൽ സന്തതികൾക്ക് നമ്മളതാ അവർക്ക് കിതാബുകൾ നൽകി, അവർക്ക് ഹിക്മത്ത് നൽകി. ഒരുപാട് നബിമാരാ സമുദായത്തിൽ കൊണ്ടുവന്നു, വേദഗ്രന്ഥങ്ങൾ നൽകി. മാത്രമല്ല, വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, നല്ല ഭക്ഷണങ്ങൾ ഞങ്ങൾ അവർക്ക് നൽകി. അതുപോലെ റിസ്ക്കുകൾ, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മുഴുവനും നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തു. വഫളൽനാഹും അലൽ ആലമീൻ. ലോകത്ത് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം, ലോകത്ത് ആലമീങ്ങളെ കൂട്ടത്തിൽ, ലോക ജനങ്ങളെ കൂട്ടത്തിൽ വലിയ പദവി ആ ബനൂ ഇസ്രായീലിന് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വആതൈനാഹും ബയ്യിനാതിൻ മിനൽ അംർ. വളരെ വ്യക്തമായ ഒരു മതനിയമവും നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് നമ്മൾ കിതാബ് നൽകി, അതുപോലെ അമ്പിയാക്കളെ കൊടുത്തു. അവർക്ക് ഞങ്ങൾ ധാരാളം റിസ്ക്കുകൾ നൽകി, അവർക്ക് വലിയ പവറും സ്ഥാനവും നമ്മൾ കൊടുത്തു. അങ്ങനെ എല്ലാ നിഅമത്തുകളും എല്ലാ ഔദാര്യങ്ങളും അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മതനിയമവും നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഫമഖ്തലഫു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയം ബൈനഹും ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. പരസ്പരമുള്ള വൈരാഗ്യം കൊണ്ട്, പരസ്പരമുള്ള വിദ്വേഷം കൊണ്ട്, പരസ്പരമുള്ള അസൂയ, മറ്റു കാര്യങ്ങളെ കൊണ്ട്, ഇങ്ങനെ പരസ്പരം ഭൗതികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പരസ്പരം ഭിന്നിച്ചുപോയി, അവർ തെറ്റിപ്പിരിഞ്ഞുപോയി, മതനിയമങ്ങളെ വലിച്ചെറിഞ്ഞുപോയി.
അവർ ഏത് കാര്യത്തിലാണോ അവർ ഭിന്നിച്ചു പോയത്, ഏത് കാര്യത്തിലാണോ അവർ തെറ്റിപ്പോയത്, ആ കാര്യം ഇന്ന റബ്ബക യഖ്ളീ ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഏത് വിഷയത്തിലാണോ അവർ ഭിന്നിച്ചത്, തെറ്റിപ്പോയത്, അള്ളാഹുവിൻ്റെ ദീനിനെ മതിമറന്നുകൊണ്ട് അവർ ജീവിച്ചത്, ആ കാര്യത്തെക്കുറിച്ച് നാളെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. റബ്ബിൻ്റെ വിധി വരിക തന്നെ ചെയ്യും കേട്ടോ. അള്ളാഹുവിൻ്റെ വിധി വരുന്ന ഒരു ദിവസമുണ്ട്. അവിടെ റബ്ബ് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് ഇവിടെ അധികാരമുള്ളത്? ഒരൊറ്റ മനുഷ്യനും അവിടെ അധികാരമില്ല. ഖിയാമത്ത് നാളിൻ്റെ അധിപനായ അല്ലാഹ് എല്ലാവരെയും വിചാരണ ചെയ്യപ്പെടുന്ന ദിവസമാണ്. അവിടെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായ ഹൃദയം, ഇഖ്ലാസുള്ള ഹൃദയം, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിച്ച മനസ്സുകൾക്കല്ലാതെ, അങ്ങനെയുള്ള ജനങ്ങൾക്കല്ലാതെ, മുത്തഖീങ്ങൾക്കല്ലാതെ അവിടെ വിജയിക്കാൻ സാധ്യമല്ല. ഒരു അഹങ്കാരത്തിനും അവിടെ സ്ഥാനമില്ല. ദുനിയാവിലെ പണത്തിനവിടെ സ്ഥാനമില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനവിടെ സ്ഥാനമില്ല. ഇവിടുത്തെ മറ്റു ഭൗതിക കാര്യങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. തഖ്വ കൊണ്ട് മാത്രമേ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ ആ സമയത്ത് ആ സ്ഥലത്ത് രക്ഷയുള്ളൂ. അവർക്ക് മാത്രമേ വിജയമുള്ളൂവെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നിങ്ങളെ നല്ല ഒരു ശരീഅത്തിൻ്റെ നിയമങ്ങൾ തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആ നല്ല ഒരു ദീനിൻ്റെ നിയമങ്ങൾ. എത്ര സുന്ദരമായ മതമാണിത്! ഈ മതത്തിൽ എല്ലാത്തിനും നമുക്ക് നിയമങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ നമുക്ക് പറ്റുകയില്ല. ആ നിയമം മനുഷ്യ ജീവിതത്തിൻ്റെ ഗുണത്തിനുള്ളതാണ്, അല്ലാതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, മനുഷ്യനെ ശല്യം ചെയ്യാനുള്ളതല്ല. കാരണം നമ്മൾ സ്വർഗത്തിലേക്ക് എത്തേണ്ടവരാണ്. ആ ജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തേണ്ടത് ഈ ദുനിയാവിലാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒരു മനുഷ്യനിക്ക് വളരെ കൃത്യമായി ഇവിടെ ജീവിക്കാനുള്ള മതനിയമങ്ങൾ, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി, നല്ല മതനിയമങ്ങൾ, ആ ശരീഅത്തിൻ്റെ നിയമം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫത്തബിഅഹാ, ആ ശരീഅത്തിനെ നിങ്ങൾ പിൻപറ്റുക, ആ ദീനിനെ നിങ്ങൾ പിൻപറ്റുക. ദീന് വിട്ടുകൊണ്ട് നിങ്ങൾ കളിക്കണ്ട, ശരീഅത്ത് വിട്ടുകൊണ്ട് നിങ്ങൾ കളിക്കണ്ട. അല്ലാഹുവിൻ്റെ ദീന് വിട്ടുകൊണ്ട് നിങ്ങൾക്കൊരു അത് വലിച്ചെറിഞ്ഞുകൊണ്ട്, ആ റൂൾസിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ആ നിയമത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടൊരു ജീവിതം വേണ്ട. അങ്ങനെ ജീവിച്ചാൽ നിശ്ചയമായും അതാ നാളെ റബ്ബിൻ്റെ കോടതിയിൽ അവൻ്റെ വിധി വരുന്ന ഒരു ദിവസമുണ്ടെന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്ത ജനങ്ങൾ, അറിവില്ലാത്ത ജനങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതുകൊണ്ട്, എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതുകൊണ്ട്, എന്തെങ്കിലും ഇവിടെ വായിൽ തോന്നിയത് പറഞ്ഞതുകൊണ്ട് അതിനെ പിൻപറ്റാൻ നിങ്ങൾ നിൽക്കണ്ട. അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകേണ്ടതില്ല. നല്ല സുന്ദരമായ ഒരു ദീന്, നല്ല ഒരു മതനിയമം നിങ്ങൾക്കുണ്ട്. ഇതും വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടേക്ക്
എവിടേക്കാണ് പോകുന്നത്? ഇതിനേക്കാൾ നല്ല സുന്ദരമായ ഒരാശയം, സുന്ദരമായ ഒരാദർശം, സുന്ദരമായ ഒരു ആത്മീയ അനുഭൂതി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? അല്ലാഹുവിൻ്റെ താക്കീതാണ് കേട്ടോ. എല്ലാ സഹോദരിമാരും, എല്ലാ യുവാക്കളും, സർവ പെൺകുട്ടികളും, എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീന് മറന്നിട്ടുള്ള ജീവിതം നമുക്ക് വേണ്ട. നാളെ റബ്ബിൻ്റെ കോടതിയിൽ അത് മുഴുവനും വിചാരണ ചെയ്യപ്പെടുന്നുണ്ട് എന്ന താക്കീത് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും നമുക്ക് നൽകിയിട്ടുണ്ട്.